രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. കമോൺ കമോൺ കം 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 കം. ഇംലി, വെറുതെ എന്നെ കുറ്റം പറയരുത്. പകിടം ആലം ഫാലം ഇകിടം തിക്കിടം ദം ദമാദം. പിടിച്ചോ ഇതും പിടിച്ചോ. കൊള്ളാലോ മത്സരി. അങ്ങനെ തന്നെ. ചുൾബുളിനെയും നമ്മുടെ പാർട്ടിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനുള്ള സമയമായിരിക്കുന്നു. ബൈ. എന്താ പറ്റിയത് കുട്ടികളെ? അപ്പൂപ്പ, വീറിന് വേണ്ടി ഞങ്ങളൊരു സർപ്രൈസ് പാർട്ടി റെഡിയാക്കിയതാ. പക്ഷെ വീർ വന്നത് എല്ലാം നശിപ്പിച്ചിരിക്കുക. അവൻ ആ റൂമിനകത്തിരിപ്പുണ്ട്. ചെന്നവനെ പിടിക്കേ. വീർ, പേടിച്ച് എവിടെ നീ പതുങ്ങിയിരിക്കുന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യ്. ഞാനും ചുൽബുളും ചേർന്ന് നിനക്കൊരു സർപ്രൈസ് പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള എല്ലാ സ്വീറ്റ്സ് സ്നാക്സും ഉണ്ട്. നിങ്ങൾ പാർട്ടി ഓർഗനൈസ് ചെയ്ത കാര്യം എനിക്കറിയില്ല. ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇതൊക്കെ ചിണ്ടുവിന്റെ കളിയായിരിക്കും. ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്യ്. നീ എന്തിനാ ഇരുട്ടത്തിരിക്കുന്നേ? ഇതെന്താണ് വീർ? ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് പാർട്ടി തരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ബോഡി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരുടെ ബോഡി യൂസ് ചെയ്ത് ഇവിടം ഭരിക്കാൻ പോവുകയാണ്. നീ അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മര്യാദയ്ക്ക് എന്റെ കൂട്ടുകാരെ വിട്ടേക്ക്. അവർ 4 വശത്തു നിന്നും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്ക് എന്റെ കൂട്ടുകാരെ അറ്റാക്ക് ചെയ്യാനും പറ്റില്ല. വീർ, അവർ ഏലിയൻസ് ആണ്. അവർ നിന്റെ കൂട്ടുകാരല്ല. നീ അവരെ അറ്റാക്ക് ചെയ്യും മോനെ. പറ്റില്ല പൂപ്പ. എനിക്ക് എന്റെ കൂട്ടുകാരെ അറ്റാക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. എന്റെ കൂട്ടുകാരെല്ലാം അവരുടെ കസ്റ്റഡിയിലാണ്. അവരത് വെച്ചാണ് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങോട്ട് നോക്ക്. റോബോ ബോയിയെ ആരാ ചേസ് ചെയ്യുന്നത് നോക്കിയേ.
രക്ഷപ്പെട്ടു പോ മോനെ, വേഗം രക്ഷപ്പെട്. ഇല്ല അപ്പൂപ്പ, എന്റെ കൂട്ടുകാരെ ഏലിയൻസിന്റെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ കിട്ടിയ ചാൻസ് ആണിത്. നമ്മൾ അവന്റെ ഹാർഡ് ഡ്രൈവും കൊണ്ട് വളരെ ദൂരേക്കാണ് പോകുന്നത്. ബോസ് ബോസ്, വീർ അവന്റെ സ്പേസ്ഷിപ്പിൽ നമ്മളെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ടിംബക്ടു നമ്മുടെ റോബോട്ട്സുകളെ വെച്ച് ആ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യും. ഓ, ഞാൻ അന്വേഷിക്കുന്ന ഹാർഡ് ഡിസ്ക് ഇതല്ല, ഇതുമല്ല. ഓ, ഇതുമല്ലല്ലോ. ഓ ശരാ, ഇതുമല്ലല്ലോ. നീ റെഡി ആയിട്ടിരുന്നോ ടിംബക്ടു? Roboboy suit on. Roboboy suit on. പറ്റില്ല മോനെ, ഞാൻ ചിണ്ടുവാന്നുള്ള കാര്യം ഒരിക്കലും സമ്മതിച്ചു തരൂല. ഞാൻ നിന്നെ പിടിക്കാതെ വിടുന്ന പ്രശ്നമില്ല ചിണ്ടു. നിങ്ങളല്ലേ ന്യൂ ടീച്ചർ മിസ്റ്റർ ശർമ്മ? ഞാൻ സുശീലയാണ് സർ. എനിക്ക് നിങ്ങളെ കണ്ടിട്ട് തോന്നുന്നില്ല. അതായത് നിങ്ങൾ ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, പൈലറ്റ് ആണ്. നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറേ, നിങ്ങൾ ലഞ്ചൊന്നും കൊണ്ടുവന്നില്ലേ? ഇല്ല. ഒരു പ്രശ്നമില്ലെന്നേ. എന്റെ ലഞ്ച് നിങ്ങൾ കഴിച്ചോളൂന്നേ. അതെ അതെ, നമുക്ക് എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കഴിക്കാം. എന്ത് പറയുന്നു? എല്ലാവരുടെ പാത്രത്തിൽ നിന്നും കുറച്ച് കഴിക്കാം. കൊള്ളാം, നല്ല രുചിയുണ്ട്, അടിപൊളി. ഇനി ഞാൻ ഈ സ്കൂളിൽ ഡ്യൂട്ടി ചെയ്യുന്നത് വരെ നിങ്ങളുടെ ടിഫിൻ ബോക്സിൽ നിന്ന് മാത്രമേ ലഞ്ച് കഴിക്കുള്ളൂ, പോരെ? നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്റെ കൈവശം ഒരുപാട് ഡിഗ്രീസ് ഉള്ളത് കൊണ്ട് ഞാൻ ധിക്കാരം പിടിച്ചവനല്ല. ഞാൻ നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്യും. വന്നിരിക്കുന്ന ടീച്ചർ ചിണ്ടു തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. പക്ഷെ അത് അവനങ്ങ് സമ്മതിച്ചു തരുമൊന്നുമില്ല. കാരണം അവന്റെ മാജിക് ഉണ്ട്. അവൻ എന്ത് വേണേലും ചെയ്യും. നമുക്ക് അവന്റെ വഴിയിൽ തന്നെ ചെന്ന് മാജിക്കിലൂടെ തന്നെ അവനെ തോൽപ്പിക്കാം. ഞാൻ ഇപ്പൊ വരാം. അപ്പൂപ്പ, വേഗം പുറത്തേക്ക് വരൂ.
എന്താ കാര്യം മോനെ? ചിണ്ടുവിനെ കൊണ്ട് ഞാൻ തോറ്റു. ആകെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. ചിണ്ടു ഭയങ്കര പിടിവാശിക്കാരനാ. ഞാൻ അവനെ തടഞ്ഞു നിർത്തിയാലും അവൻ ഇതിനൊന്നും സമ്മതിക്കില്ല. ഇതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട് അപ്പൂപ്പ. എനിക്ക് നിങ്ങളുടെ ഒരു ചെറിയ സഹായമേ ആവശ്യം. എന്നാ പറഞ്ഞു, ഞാൻ റെഡിയാ മോനെ. ചിണ്ടോണെന്നറിയാം, നമുക്കൊരു പരീക്ഷണം നടത്താം. ഇപ്പൊ ചിണ്ടു പഴയതുപോലെ മാറുന്നത് നോക്കിക്കോ. ഞാൻ അദൃശ്യനായിരുന്നു കൊണ്ട് എല്ലാം കണ്ട് രസിക്കും. ഈ തമാശ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ഇമ്ലി, നീ ചെന്ന് മറിഞ്ഞിരിക്കെ. കുറച്ചു സമയം കഴിഞ്ഞു വാ. അച്ഛാ, 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 അച്ഛാ. അച്ഛനോ? ആരുടെ അച്ഛൻ? എവിടുത്തെ അച്ഛൻ? ഏതച്ഛൻ? എന്തച്ഛൻ? അയ്യോ, എന്റെ അച്ഛൻ എന്നെ മറന്നുപോയോ? എനിക്ക് മോനുമില്ല, ഒരു പണ്ടാരുമില്ല. ആരാടാ നീ? എന്ത് കളിയാണ് ഇതൊക്കെ? അതെ, എന്തിനാ നമ്മുടെ മോനെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? എന്റെ അമ്മച്ചിയെ പറ്റില്ല. എനിക്ക് ഭാര്യയൊന്നുമില്ല, പറ്റില്ല. എനിക്ക് കുട്ടികളൊന്നുമില്ല, ഭാര്യയുമില്ല, മക്കളുമില്ല.